റോക്കറ്റോ? അയ്യോ, എനിക്കറിയില്ലല്ലോ. ആ ചേച്ചിയോട് പറ. ആ ചേച്ചിക്ക് എല്ലാം അറിയാം. ഓല കൊണ്ട് പന്തുണ്ടാക്കാനും പമ്പരം ഉണ്ടാക്കാനും ഒക്കെ അറിയാം. പാറു, ഇവർക്ക് ഈ പേപ്പർ കൊണ്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാവോ? ഉണ്ടാക്കി തരാലോ. ഇതെന്തോ എഴുതിയ പേപ്പറാണല്ലോ. അത് സാരമില്ല, ഇവർക്ക് പറത്തി കളിക്കാനല്ലേ. ഇതുണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കി. കണ്ടോ? ഇപ്പോഴേ ഇവരെ ഹൽദി വേഷത്തിൽ എഴുന്നള്ളിക്കേണ്ട കാര്യമുണ്ടോ? ഇത് നോക്കി നോക്കി പഠിക്കേ. അവരെ പന്തലോട്ട് കയറണ്ട. വാ, നമുക്ക് അവരെ പറഞ്ഞുകൂടാ. വേണ്ട മോനെ, ശാന്തപ്പനും കുഞ്ഞുമോൾക്കും കൂടി ആകെയുള്ള ഒരു ബന്ധുവും ബലമൊക്കെ ആ ബാബക്കുട്ടനാ. എന്തൊക്കെ പറഞ്ഞാലും ശാന്തപ്പൻ ചാരുവിന്റെ അച്ഛനല്ലേ. നമ്മളായിട്ടൊരു അലോസരം ഉണ്ടാക്കണ്ട. അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. എന്നാൽ ഈ പടക്കത്തിന്റെ ആവശ്യമുണ്ടോ? അല്പനല്ലേ, അവനെന്തും ചെയ്യും. നമുക്ക് അവനെ ചെളിയിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താലോ? അവന്റെ ഒരു വേഷം കണ്ടില്ലേ? കണ്ട അവനെ മണവാളെന്ന് തോന്നും. അതിനൊക്കെയുള്ള പ്ലാൻ നമുക്ക് ഒപ്പിക്കാം. അവന്റെ ഒരു മഞ്ഞ ജൂബയും കൂളിംഗ് ഗ്ലാസും. പറയും പോലെ നമുക്ക് വേഷം മാറണ്ടേ? എല്ലാവർക്കുള്ള ഹൽദി വേഷമൊക്കെ റെഡിയാ. എല്ലാവരും ഒരുങ്ങി വരുമ്പോ ബാബുക്കുട്ടന്റെ ഹൽദി വേഷം ചീറ്റിപ്പോവും. നമ്മുടെ ഇന്നത്തെ താരം അരവിന്ദേട്ടനല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. അരവിന്ദേട്ടനെ ഒരുക്കി കൊണ്ടുവരാം. നടക്ക. പാറു, നീ ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാതെ വേഗം പോയി ചാറിനെ ഒരുക്കി കൊണ്ടുവാ. ആ ബാബുക്കുട്ടൻ വന്നിട്ടുണ്ട്. അവന്റെ ഈ വരവ് വെറുതെ ആണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ പ്ലാൻ ചെയ്തുള്ള വരവാ. നീ ഫുൾ ടൈം ചാരുവിന്റെ ഒപ്പം തന്നെ കാണണം. പ്രിയന്റെയും കൈലാഷിന്റെയും മുഴുവൻ ശ്രദ്ധയും ബാബുക്കുട്ടന്റെ മേലായിരിക്കണം. അവൻ ഒറ്റയ്ക്കല്ല, അവൻ ഒരുപാട് പേരെ കല്യാണത്തിനായി പലയിടത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. വള്ളംകളി സ്പോൺസർ ചെയ്ത രുദ്രനും കൂട്ടരും ഒക്കെ ഫുൾ ടൈം ഇവിടെ ക്യാമ്പാ. ഇന്നലെ പാർട്ടി നടക്കുന്ന സമയത്ത് പാറുവിന്റെ നേരെ ഒരു അറ്റാക്ക് നടന്നേനെ. ഞാൻ സമയത്ത് അവരെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ആദ്യം നമുക്ക് അരവിന്ദേട്ടനെ റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് റെഡിയായി വരാം. ചിറ്റപ്പ, ഹൽദിക്കൊക്കെ സ്പെഷ്യൽ ഡാൻസ് ടീമിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവര് ഹോട്ടലിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാ ഈ ഹൽദി എന്നൊക്കെ കേൾക്കുന്നത്. അല്ല ബാബുക്കുട്ടാ, ഈ സ്പെഷ്യൽ ടീമിനെ ഇറക്കി എന്നൊക്കെ പറയുമ്പോ ഈ സിനിമയിലൊക്കെ ഡാൻസ് കളിക്കുന്ന ഐറ്റം ഡാൻസുകാരെയാണ്? അയ്യടാ, ഒരു ഐറ്റം ഡാൻസ് അല്ല, നമ്മളിവിടെ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോഴേ അതിനൊരു ഗുമ്മായിരിക്കണ്ടേ? സിനിമാക്കാരൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടനാടൊന്ന് ഞെട്ടും. അതെ, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോഴേ കൂടെ കയറി കളിച്ച് നാട്ടിച്ചേക്കരുത്. ഇതേ ഷാപ്പിലെ തുള്ളൽ ഡാൻസ് ഒന്നും അല്ല. ദേ, നിങ്ങൾ കല്യാണപ്പെണ്ണിന്റെ അച്ഛനാ, അത് പറഞ്ഞേക്കരുത്. അല്ല, ഇളക്കം കണ്ടിട്ട് രണ്ടെണ്ണം അടിച്ചമട്ടുണ്ടല്ലോ. ഏയ് ഇല്ല പച്ചി, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു തുള്ളി മദ്യം ഞാൻ കൊടുത്തു. വേണ്ട ബാബുക്കുട്ടോ, കമ്പപ്പരയിലാ നീ പൊട്ടാസ് പൊട്ടിക്കുന്നേ. ഈ ഷാപ്പ് മുതലാളി ശാന്തപ്പം വിചാരിച്ച ഷാപ്പ് ഇവിടെ വരും. കള്ള എപ്പ വേണോ അപ്പ കള്ളിവിടെ എത്തും. എന്നെ ആരും വിലക്കാരൊന്നും നിക്കണ്ട. ചിറ്റപ്പോ, ശാന്തപ്പൻ എങ്ങനെയാ ശാന്തപ്പൻ മുതലാളിയായെന്ന് മറക്കരുത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്ലപ്പച്ചി, ഈ പടക്കമൊക്കെ പൊട്ടിച്ചു വന്നിട്ടും നമ്മളെ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ. മൈൻഡ് ചെയ്യാത്തവരെയൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യിപ്പിക്കാം. നീ വിഷമിക്കാതെ. ഞാൻ ചെന്നേ ചാരുവിനെ കൂട്ടിക്കൊണ്ടുവരാം.
അവൾ അടുത്തിരുന്ന പിന്നെ എല്ലാരും മൈൻഡ് ചെയ്തോളൂ. അയ്യടാ, അങ്ങോട്ട് ചെന്നാലും മതി. കൂടെ ഇറങ്ങി അവൾ അപ്പൊ തന്നെ ഇങ്ങ് വരും. നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ചിറ്റപ്പ ഇരി.